നമസ്കാരം. അതെ, നമ്മുടെ പാർട്ടി വികസന ഫണ്ടിന്റെ ഒരു പിരിവായിട്ട് വന്നതാ. അതെയോ? അത് ശരി. എനിക്കറിയാം, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഒരുപാട് ആൾക്കാർ പിരിവിൽ വരുന്ന എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ എന്താ വെച്ചോ അവിടുന്ന് ഉമ്മർത്ത് നിർത്ത് ഇവിടേക്ക് വെച്ചിരിക്കുക. കാരണം എഴുത്തു നടക്കും, രണ്ടും കൂടി ആവുമല്ലോ. അല്ല, അപ്പൊ ഒന്നാമതില് സമയമില്ല. അല്ല, കൂടുതൽ ആൾക്കാർ ഒറ്റയ്ക്കുള്ളൂ. അല്ലല്ല, ഈ ഏരിയ തരംതിരിച്ചതാ. അപ്പൊ ഈ ഏരിയ എനിക്കുള്ളതാ. കുറെ ആൾ അങ്ങനെ പോയിട്ടുണ്ട്. അത് ശരി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്നുമല്ലേ? ആയിക്കോട്ടെ. സമയമില്ലാത്തതുകൊണ്ട് ആയിക്കോട്ടെ, ഒരു 250 എഴുതട്ടെ. മോശാക്കണ്ട, നമ്മളെ പാർട്ടി വികസന ഫണ്ടല്ലേ, എത്ര എഴുതിക്കോളൂ. ഒരു 500 എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓ, സന്തോഷം. എന്തായാലും ഇങ്ങളെ മാരുന്ന ആൾക്കാരാണ് നമ്മളെ പാർട്ടിക്ക് ഇത്രയും വലിയ സംഭാവന തരുന്നത്. പാർട്ടിൻ്റെ ഒരു എന്താ പറയാ, സന്തോഷം. കാരണം നിങ്ങളെ മാതിരി ആൾക്കാർ തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏത് പാർട്ടിക്കായാലും നമ്മൾ വികസനമാണല്ലോ ആവശ്യം, ഏത് പാർട്ടിക്കായാലും. അതെ, പിന്നെ എനിക്ക് തിരക്കുണ്ടായിരുന്നു. അത് ഒരു കാര്യം, ഇത് പിടിച്ചോളൂ. ഇത് ഞാൻ എഴുതിയ കുറച്ച് പുസ്തകങ്ങളാണ്. ഇത് കവിതയാണോ, കഥയാണോ, നാടകമാണോ? ഒന്നുമല്ല. 1-ാം ലോക മഹായുദ്ധത്തിലേക്ക് ഒരു ഒത്തിനോട്ടം. കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ലേഖന പരമ്പരയാണ്. അത് ശരി. അതുകൂടാതെ പച്ചപ്പിന്റെ സംഗീതം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കൃഷി എങ്ങനെ ആദായപ്രദമാക്കാം എന്നതിനെ പറ്റി ഞാൻ എഴുതിയ പുസ്തകമാണ്. അത് ശരി. ഇത് കൂടാതെ ഒരു CD കൂടി ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. CD ഉണ്ടല്ലേ? ഉണ്ട്. അല്ല, അപ്പൊ ഈ CD മൗര്യ സാമ്രാജ്യം കേട്ടിട്ടുണ്ടോ? സാമ്രാജ്യം എന്താ സംഭവം? മൗര്യ സാമ്രാജ്യം, ചന്ദ്രഗുപ്ത മൗര്യൻ കേട്ടിട്ടുണ്ടോ? സാമ്രാജ്യം സിനിമ കണ്ടിട്ടുണ്ട്. ഇതല്ല, ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹത്തിൻ്റെ പറ്റിയിട്ട് ആധികാരികമായിട്ട് ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററിയാണ്. അതിൻ്റെ CD ആണ്. CD കാണേണ്ടതാണ്. അല്ല, ഇതിപ്പോ കാണാനുള്ള സംവിധാനം ഒന്നും ഇപ്പം വീട്ടിലില്ലാന്ന്. CD പ്ലെയർ വേണമെന്നില്ല. ഇപ്പം ലാപ്ടോപ്പ് അതിൽ കണ്ടാൽ മതി, അത്രേ വേണ്ടൂ. പിന്നൊരു കാര്യമുണ്ട്, ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് പരിഗണിക്കാൻ പോകുന്ന പുസ്തകമാണിത്. അത് ശരി. പരിഗണിച്ചിട്ടില്ലല്ലോ? പരിഗണിക്കാവുന്നതാണ്, അത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒക്കെ കൂടി വില ഏകദേശം 1100 രൂപ വരും. അത്രയേ ഉള്ളൂ. 1100 രൂപ നിങ്ങൾക്ക് ലാഭമാണ്. കാരണം എന്താ വെച്ചോ, നിങ്ങൾ ഓർഡറായ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകൊണ്ട് നിങ്ങൾക്ക് 200 രൂപ ലാഭമാണ്. നേരെ വെച്ച് നിങ്ങൾ ബുക്ക് സ്റ്റാളിൽ പോയി വാങ്ങുക വെച്ചാൽ സ്ഥിതി എന്താ അറിയോ, 200 രൂപ അധികം കൊടുക്കണം. അതാണേ. അപ്പോൾ ഇതിൻ്റെ പൈസ ഇപ്പം തരാണ്. വേണ്ട, എൻ്റെ നമ്പർ അറിയില്ലേ? ഗൂഗിൾ പേ ചെയ്താൽ മതി, ഇത്രയേ വേണ്ടൂ. ഞാനേ പുതിയ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മരുഭൂമിയിലെ ഒട്ടകം. അത് ഗൾഫുകാരെ പറ്റി എഴുതുന്നത്. ആ പുസ്തകം എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ലേശത്തെ ഞാൻ എഴുതും. എന്നാലേ എനിക്ക് ലേശം തിരക്കുണ്ട്. ആയിക്കോട്ടെ. പിന്നെ ചെയ്യാം. ആയിക്കോട്ടെ. എൻ്റെ പാർട്ടി ദൈവങ്ങളെ, ഇന്ന് രാവിലെ 6 മണിക്കോ ഞാൻ കണി കണ്ടത്.